ഹായ്, വെൽക്കം ടു എജുപോഡ്. സോ ഗൈസ്, നമ്മൾ ഇന്ന് മോഷൻ അല്ലെങ്കിൽ ചലനം, അതിന്റെ പല തരങ്ങളെ കുറിച്ച് പഠിക്കാനാണ് വന്നിരിക്കുന്നത്. ഡിഫറെന്റ് ടൈപ്സ് ഓഫ് മോഷൻ എന്ന് പറയുമ്പോൾ നമുക്കറിയാം പല രീതിയിലുള്ള ചലനങ്ങൾ നമ്മളെ ചുറ്റുപാടും നടക്കുന്നുണ്ട്. എന്നാൽ ഇതിനൊക്കെ നമുക്ക് അത് നടക്കുന്ന രീതി വെച്ചിട്ട് നമുക്ക് പല ടൈപ്പ് ആക്കാം. പല ടൈപ്പ് എന്ന് പറയുമ്പോൾ ഞാൻ ഇന്ന് നിങ്ങളോട് പ്രധാനമായിട്ട് 3 ടൈപ്പ് ഓഫ് മോഷനെ കുറിച്ചായിരിക്കും പറയാൻ പോകുന്നത്. ശ്രദ്ധിച്ചോ, ലീനിയർ മോഷൻ ആണ് ഒന്ന്. എന്ത്? ലീനിയർ മോഷൻ അല്ലെങ്കിൽ നേർരേഖാ ചലനം. അടുത്തത് സർക്കുലർ മോഷൻ ആണ്. എന്താണ്? സർക്കുലർ മോഷൻ അല്ലെങ്കിൽ വർത്തുള ചലനം. മൂന്നാമത്തത് റൊട്ടേഷൻ മോഷൻ ആണ്, അല്ലെങ്കിൽ റൊട്ടേഷൻ എന്ന് മാത്രം പറഞ്ഞാൽ മതി. ഭ്രമണം. എന്താണ്? ഭ്രമണം. ഈ 3 എണ്ണവും നമുക്ക് എക്സാമ്പിൾ സഹിതം പറയുമ്പോൾ കൃത്യമായിട്ട് മനസ്സിലാവും. ദാ ശ്രദ്ധിച്ചു നോക്കിക്കേ. യെസ്, ഇവിടെ നമുക്ക് 3 എക്സാമ്പിൾ കാണാം. ഇത് നോക്ക്. ഒരു കട്ടറിന്റെ ഉള്ളിൽ ഒരു ഷാർപ്നർ കൂർപ്പിക്കുന്ന അതിൽ നമ്മൾ പെൻസിൽ ഇങ്ങനെ തിരിക്കുമ്പോൾ നിന്ന സ്ഥലത്ത് തന്നെ ഇരുന്ന് തിരിയാണെന്ത്? നമ്മുടെ പെൻസിൽ നിന്ന ആ ഒരു സ്ഥലത്ത് തന്നെ ഇരുന്ന് തിരിയാണ്. അങ്ങനെ ഒരു വസ്തു അല്ലെ ഒരു മനുഷ്യൻ, ഇപ്പൊ നീ നിൽക്കുന്ന സ്ഥലത്ത് നിന്ന് തന്നെ ഇങ്ങനെ തിരിയുമ്പോൾ ഈ ഒരു കൈൻഡ് ഓഫ് മോഷൻ, ഇങ്ങനെയുള്ള ഒരു ചലനത്തിന്റെ പേരാണ് എന്ത്? റൊട്ടേഷൻ അല്ലെങ്കിൽ ഭ്രമണം. അപ്പോൾ ഈ കട്ടറിന്റെ ഉള്ളിൽ, ഷാർപ്പിന്റെ ഉള്ളിൽ നമ്മൾ പെൻസിലിട്ട് ഇങ്ങനെ തിരിക്കുന്നത്, ഇതെന്താ? നിന്ന സ്ഥലത്ത് തന്നെ നിന്ന് ഇങ്ങനെ തിരിയാലേ, അതിന് നമ്മൾ എന്ത് പറയും? റൊട്ടേഷൻ എന്ന് പറയും. റൊട്ടേഷൻ അല്ലെങ്കിൽ ഭ്രമണം. അടുത്ത് നോക്ക്, ഒരു കോമ്പസിന്റെ അറ്റത്ത് എന്തുണ്ടാവുക? പെൻസിൽ ഉണ്ടാവും. ആ പെൻസിൽ നമ്മൾ ഒരു പോയിന്റ് ഫോക്കസ് ചെയ്ത് ഇങ്ങനെ വരക്കല്ലേ ചെയ്യുക. ഒരു പോയിന്റ് ഫോക്കസ് ചെയ്ത് മറ്റൊരു സാധനം വൃത്താകൃതിയിൽ പോകുമ്പോൾ, സർക്കുലർ ഷേപ്പിൽ സർക്കിൾ ഫോം ചെയ്ത് പോകുമ്പോൾ ആ ഒരു മോഷന്റെ പേരാണ് സർക്കുലർ മോഷൻ. എടാ, നിങ്ങളൊരു ഒരു സ്റ്റോൺ, ഒരു കല്ലെടുത്ത് നൂലിൽ കെട്ടിയിട്ട് ഇങ്ങനെ തിരിച്ചാൽ നിങ്ങൾ സെന്ററിൽ നിന്ന് ചുറ്റും ആ ഒരു സ്റ്റോണിനെ, കല്ലിനെ പോകാൻ വേണ്ടി, അതും വൃത്താകൃതിയിൽ സർക്കുലർ സ്റ്റേപ്പിൽ പോകാൻ വേണ്ടി അനുവദിക്കുക ചെയ്യുന്നത്. അങ്ങനെ ഒരു സാധനം ഒരു പാത്ത് ഫോളോ ചെയ്യുമ്പോൾ, ഒരു വസ്തു, ഇപ്പൊ നമ്മൾ പറഞ്ഞ കേസിലാണെങ്കിൽ സ്റ്റോൺ ഒരു സർക്കുലർ ഒരു വൃത്താകൃതിയിൽ പോവുകയാണെങ്കിൽ ആ ഒരു മോഷന്റെ പേരാണെന്ത്? സർക്കുലർ മോഷൻ അല്ലെങ്കിൽ വർത്തുള ചലനം. ഇപ്പൊ ഇതിന്റെ കേസിൽ എന്തായിരുന്നു? പെൻസിലിന്റെ ആ അറ്റം ഈ ഒരു ആകൃതിയിൽ പോകുന്നുണ്ട്, വൃത്താകൃതിയിൽ പോകുന്നുണ്ട്. നേരത്തെ കേസിൽ നിന്ന സ്ഥലത്ത് തന്നെ നിന്നിട്ട് കറങ്ങ ചെയ്യുന്നത്. അത് റൊട്ടേഷൻ എന്ന ഒരു പാത്തിലൂടെ സർക്കുലർ പാത്തിലൂടെ കടന്നു പോകുന്നതിന് നമ്മൾ എന്ത് പറയും? സർക്കുലർ മോഷൻ എന്ന് പറയും. സർക്കുലർ മോഷൻ. എടാ, അടുത്ത് നോക്ക്. ഒരു സ്കെയിൽ എടുത്ത് നമ്മൾ പെൻസിൽ വെച്ചിട്ട് ആ പെൻസിൽ വരക്കുമ്പോൾ പെൻസിലിന്റെ ആ നിബ് അറ്റം പോകുന്നത് ഏത് രീതിയിലാ? നേർരേഖയിലല്ലേ? ലീനിയർ ആയിട്ടല്ലേ? സ്ട്രെയിറ്റ് ലൈൻ അല്ലേ? അങ്ങനെ സ്ട്രെയിറ്റ് ലൈനിൽ നേർരേഖയിലൂടെയുള്ള ചലനത്തിന്റെ പേരാണ് എന്ത്? നേർരേഖാ ചലനം അല്ലെങ്കിൽ ലീനിയർ മോഷൻ. അപ്പോ നമ്മളൊരു പെൻസിലിനെ കൊണ്ട് സ്കെയിൽ വെച്ചിട്ട് വരച്ചാൽ അവിടെ നടക്കുന്നത് പെൻസിലിന്റെ മോഷൻ, പെൻസിലിന്റെ നിബിന്റെ മോഷൻ ലീനിയർ മോഷനാണ്. ലീനിയർ മോഷൻ. നിങ്ങളെ കയ്യിലുള്ള ഒരു സാധനം നിങ്ങൾ നിലത്തേക്ക് ഇടുമ്പോൾ അത് സ്ട്രെയിറ്റ് ആയിട്ട് നേരെയാണ് നിലത്തേക്ക് വീഴുന്നത്. അവിടെ നടക്കുന്നതും ലീനിയർ മോഷനാണ്, നേർരേഖാ ചലനം. ശ്രദ്ധിച്ചു. ഷാർപ്പനിങ് പെൻസിൽ വിത്ത് ഷാർപ്പനർ റൊട്ടേഷണൽ മോഷൻ. പിന്നെന്താ? ഡ്രോയിങ് എ സർക്കിൾ വിത്ത് പെൻസിൽ ഇൻ എ ഫിക്സഡ് കോമ്പസ്. ഒരു സെന്റർ ഫോക്കസ് ചെയ്തിട്ട് ആ പെൻസിലിന്റെ നിബ് നമ്മൾ നീക്കുന്ന സർക്കുലർ മോഷൻ. പിന്നെന്താ? പെൻസിൽ വെച്ച് സ്കെയിലിനെ കൊണ്ട് വരക്കുന്ന സ്ട്രെയിറ്റ് ലൈൻ മോഷൻ. പറഞ്ഞത്? ലീനിയർ മോഷൻ എന്ന് പറഞ്ഞു. റെഡി? യെസ്. കൂടുതൽ എക്സാമ്പിൾസ് നോക്കിയേ. ഒരാള് നൂല് കൊണ്ട് സ്റ്റോൺ കെട്ടിയിട്ട് ഇങ്ങനെ കറക്കുന്നു. ഞാൻ പറഞ്ഞു ഒരു സെന്റർ ഫോക്കസ് ചെയ്തിട്ട് സാധനത്തിന് സർക്കുലർ ഡയറക്ഷനിൽ, ഒരു വൃത്താകൃതിയിൽ തിരിക്കുക. അപ്പൊ swirling a stone tied to a rope, സർക്കുലർ മോഷൻ ആണ്. ഒരു പമ്പരം നിന്ന സ്ഥലത്ത് തന്നെ നിന്ന് തിരിയാണെങ്കിൽ, റൊട്ടേറ്റിംഗ് എ ടോപ്പ്, നിന്ന സ്ഥലത്ത് തന്നെ തിരിയാണ്, ആ ഒരു മോഷന്റെ പേരെന്താണ്? റൊട്ടേഷണൽ മോഷനാണ്. അപ്പൊ ഞാൻ ഇവിടെ എഴുതാണ് സർക്കുലർ മോഷനാണ്. റൊട്ടേഷണൽ മോഷനാണ്. ഇനി ഒരു മാങ്ങ പഴുത്ത് വീകുമ്പോ എങ്ങനെയാ വീഴുക? സ്ട്രെയിറ്റ് ലൈനിൽ വീഴുക. സ്ട്രെയിറ്റ് ലൈനിൽ വീകുന്നതിന് എന്താ പറയാ? ലീനിയർ മോഷൻ അല്ലെങ്കിൽ നേർരേഖാ ചലനം. അടുത്ത നോക്ക്. യെസ്. ഒരു ടോയ് ട്രെയിൻ റണ്ണിങ് അലോങ് എ സർക്കുലർ പാത്ത്. നിങ്ങൾ ഒരു റെയിൽവേ ട്രാക്ക്, ഒരു കളിപ്പാട്ടം ഇങ്ങനെയുള്ള സർക്കുലർ രീതിയിൽ പോകുന്ന, സർക്കുലർ രീതി എന്ന് പറയുമ്പോൾ കറക്റ്റ് ആയിട്ട് സർക്കുലർ കേട്ടോ,
ഒരു വൃത്താകൃതിയിൽ പോകുന്ന ട്രാക്ക് കളിപ്പാട്ടം നിങ്ങൾ വാങ്ങിയിട്ടുണ്ട്. അതിൽ എന്താണ് നമ്മൾ ട്രെയിൻ ഇതാ ഇങ്ങനെ കടന്നു പോവാ. അപ്പൊ ട്രെയിൻ ഏത് ആകൃതിയിലായിരിക്കും അതിന്റെ ചലനം നടക്കുന്നത്? സർക്കുലാറിലല്ലേ? ആ സാധനം നീങ്ങുന്നത്, ചലിക്കുന്നത് സർക്കുലാർ പാത്തിലൂടെയാണ്, വൃത്താകൃതിയിലൂടെയുള്ള പാതയിലാണ്. അതുകൊണ്ട് ഇതിന്റെ കാര്യം എന്താ? സർക്കുലാർ മോഷൻ ആണ്, അല്ലെങ്കിൽ വർത്തുള ചലനമാണ്. യെസ്, ലിഫ്റ്റ് എങ്ങനെയാണ് പോവാ? നേരെ മുകളിലോട്ടും താഴത്തോട്ടും മാത്രമല്ല പോവാ. നേരെ പോകുന്നതിന് എന്താ പറയാ? സ്ട്രെയിറ്റ് ലൈൻ ആയിട്ടുള്ള എന്താ പറയാ? ലീനിയർ മോഷൻ, അല്ലെങ്കിൽ നേർരേഖാചലനം. യെസ്. അടുത്തത് എന്താണ്? ഒരു വീല്, എന്താണ്? കാറ് സഞ്ചരിക്കുമ്പോൾ അതിന്റെ വീൽ എങ്ങനെയാ അനങ്ങുന്നത്? വീല് മാത്രം നിങ്ങൾ ഫോക്കസ് ചെയ്തു. വീൽ ഇങ്ങനെ നിന്നോടത്ത് തന്നെ കടന്ന് ഉരുണ്ട് പോകുന്ന പോലെയല്ലേ തോന്നാ? വീല് മുന്നോട്ട് പോകുന്നുണ്ട്, പക്ഷെ ആ വീല് മാത്രം എങ്ങനെയാ നിന്ന സ്ഥലത്ത് നിന്ന് തന്നെ ഇങ്ങനെ ഉരുണ്ട് കളിക്കുക. അവിടെ നടക്കുന്നത് റൊട്ടേഷണൽ മോഷൻ ആണ്. നിങ്ങൾക്ക് വല്ല കൺഫ്യൂഷൻ ഉണ്ടെങ്കിൽ പഠിച്ചു വെച്ചോളാം. റൊട്ടേഷണൽ മോഷൻ ആണ്, അല്ലെങ്കിൽ ഭ്രമണമാണ് അവിടെ നടക്കുന്നത്. ഭ്രമണം. ഭൂമി സൂര്യന് ചുറ്റും പോകുന്ന ആ ഒരു മോഷൻ നമ്മൾ റെവല്യൂഷൻ അല്ലെങ്കിൽ പരിക്രമണം എന്ന് പറയും. എന്നാൽ അങ്ങനെ പോകുന്നതിനോട് കൂടെ തന്നെ എന്താണ്? ഒരു അക്ഷാംശ രേഖയിലൂടെ ഒരു ഇമാജിനറി ആക്സിസിൽ നിന്നുകൊണ്ട് ഭൂമി ഒറ്റയ്ക്ക് ഇങ്ങനെ കറങ്ങുന്നുണ്ട്. അതിനെ നമ്മൾ എന്താ പറഞ്ഞത്? ഭ്രമണം. യെസ് ഗൈസ്, സോ 3 ഇമ്പോർട്ടൻറ്റ് ടൈപ്പ് ഓഫ് മോഷൻസ്: സർക്കുലർ മോഷൻ, ലീനിയർ മോഷൻ, റൊട്ടേഷണൽ മോഷൻ. മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ബൈ.